കൺസ്യൂമർ ഫെഡിലെ കോടികളുടെ കൊള്ള തെളിയിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് 24-ന് സാധനങ്ങൾ വാങ്ങുന്നതിലും മദ്യം വാങ്ങുന്നതിലും 2005-2015 കാലയളവിൽ നടന്നത് കോടികളുടെ ക്രമക്കേടാണ്. മുൻ MD, പ്രസിഡന്റ്, ഭരണസമിതി ജീവനക്കാർ എന്നിവർക്ക് ക്രമക്കേടിൽ പങ്കുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 24 എക്സ്ക്ലൂസീവ്. കൺസ്യൂമർ ഫെഡിൽ സഹകരണ നിയമപ്രകാരമുള്ള അന്വേഷണത്തിലാണ് ഗുരുതര കണ്ടെത്തൽ. 3020 കോടി രൂപയുടെ ക്രമവിരുദ്ധ ഭക്ഷ്യോൽപ്പന്ന പർച്ചേസിൽ നഷ്ടം 388.68 കോടി രൂപ. 4729 കോടി രൂപയുടെ ക്രമവിരുദ്ധ വിദേശമദ്യം വാങ്ങലിൽ 2004-2005 കാലത്ത് മാത്രം 10 കോടി രൂപയുടെ നഷ്ടം. വാഹനങ്ങൾ, നിർമ്മാണ അറ്റകുറ്റപ്പണികൾ, ഫ്ലോട്ടിംഗ് ത്രിവേണി പർച്ചേസ് എന്നിവയിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. കമ്പ്യൂട്ടറൈസേഷൻ, സർക്കാർ പരസ്യഫണ്ട് ദുരുപയോഗം ചെയ്തത് തുടങ്ങിയ ഇനങ്ങളിൽ 7500 കോടി രൂപയിൽ അധികം തുകയുടെ ഇടപാടിൽ വൻ പ്രവർത്തന നഷ്ടം ഉണ്ടായി. സർക്കാർ ധനസഹായം, വകമാറ്റി ചെലവഴിക്കൽ ഉൾപ്പെടെയുള്ള ഇനങ്ങളിൽ 595.5 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. മുൻ MD, പ്രസിഡന്റ്, ഭരണസമിതി ജീവനക്കാർ എന്നിവർക്ക് ക്രമക്കേടിൽ പങ്കാളിത്തം ഉണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. നഷ്ടത്തിന്റെ ഉത്തരവാദിത്തം കണ്ടെത്താൻ സഹകരണ നിയമത്തിലെ 68-ാം വകുപ്പനുസരിച്ചുള്ള അന്വേഷണം വേണമെന്നാണ് ശുപാർശ. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ A. ബിന്ദുവിനാണ് അന്വേഷണ ചുമതല. കൺസ്യൂമർ ഫെഡിന്റെ എല്ലാ യൂണിറ്റുകളുടെ നിലവിലെ പൊതുപ്രവർത്തനവും അന്വേഷണ പരിധിയിൽ വരും. 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ D. സജിത് ബാബു IAS ഉത്തരവ്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.